വീട് അവിടെ കാത്തിരിക്കുകയാണെന്നറിയാം. അവിടുത്തെ ഒരു നിമിഷങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം മുതൽ ഹൃദയഭേദകമായി ആ വീട് അവനെ കാത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഉറ്റവരും ഉടയവരുമൊക്കെ. ശ്രീരാജ് അവിടെ എന്താണ് പോകുന്നത്? സംഗീത, സ്കൂളിലെ പൊതുദർശന ചടങ്ങിൻ്റെ സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഈ വീട്ടിലും ഉള്ളത്. ഇവിടെ എത്തുന്നവർക്ക് ആശ്വാസവാക്കുകൾ കൊണ്ട് അവർക്ക് ആശ്വാസമേകാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള സാഹചര്യം. അല്പസമയം മുൻപ് ഈ മിഥുൻ്റെ മുത്തശ്ശി ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഈ അപകടത്തെ തുടർന്ന് മരണം സംഭവിച്ച ആ ദിവസം മുതൽ തന്നെ വാവിട്ട് കരയുന്ന മുത്തശ്ശിയെയാണ് നമ്മൾ കണ്ടത്, ദൃശ്യങ്ങളിലാകെ കണ്ടത്. സമാനമായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന സാഹചര്യം. അത്രത്തോളം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഏറെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള നല്ല പ്രായമുള്ള അമ്മയായിരുന്നു. ഇത്തരത്തിലുള്ള ശാരീരിക അവശതകളെ തുടർന്നാണ് ഇന്ന് അല്പസമയം മുൻപ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ബന്ധുക്കൾ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഏകദേശം 1 മണിക്കൂർ പിന്നിടുമ്പോൾ മിഥുൻ്റെ അമ്മ ഈ വീട്ടിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴായിരിക്കും ഈ വീട് അതിൻ്റെ ആ ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാഹചര്യത്തിലേക്ക്, ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് കടന്നെത്തുക. കേവലം 3 മാസങ്ങൾക്ക് മുൻപ് വിദേശത്തേക്ക് ജോലിക്കായി പോയ അമ്മ തിരികെ എത്തുമ്പോൾ സ്വന്തം മകൻ്റെ ശരീരം ചേതനയേറ്റ് കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുന്നതിനും അപ്പുറമാണ് ആ സാഹചര്യം. അതുതന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളെയും ദുഃഖത്തിലാഴ്ത്തുന്നത്. മിഥുനെ അറിയുന്നവരും അറിയാത്തവരുമായ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, പൊതുദർശന ചടങ്ങിനും എത്തുന്നുണ്ട്. അവരെയെല്ലാം കണ്ണീരണിയിക്കുന്നത് ഈ സാഹചര്യങ്ങളാണ്. മിഥുൻ്റെ വീട്ടിലെ സാഹചര്യം ഏറെ സാമൂഹിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന ഒരു കുടുംബം, ശാരീരികമായി ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട അച്ഛൻ, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന അച്ഛൻ, സ്ഥിരമായി ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം, അതെല്ലാം തന്നെയായിരുന്നു ഈ വീട്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണമായിരുന്നത്. അതിനൊരു ശാശ്വതമായ പരിഹാരമാവുക എന്ന ലക്ഷ്യം കൂടിയായിരുന്നു മിഥുൻ്റെ അമ്മ സുജ വിദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ വിദേശത്തേക്ക് പോയി 3 മാസങ്ങൾക്ക് ഇപ്പുറം ആ അമ്മയെ തേടിയെത്തിയത് സ്വന്തം മകൻ അപകടത്തിൽ വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടു എന്ന വാർത്ത ആ അമ്മ ഏത് രീതിയിൽ ആ അമ്മ അതിനെ എടുക്കുമെന്നോ ഒന്നും അറിയാതെ ബന്ധുക്കൾ ആദ്യ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുകയായിരുന്നു. തുടർന്ന് വൈകിട്ട് വീഡിയോ കോളിൽ അമ്മയെ ലഭിക്കുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ അത്യാഹിത വിഭാഗത്തിലാണ് മകനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അപകടം പറ്റിയെന്ന വിവരം മാത്രമായിരുന്നു അമ്മയ്ക്ക് നൽകിയിരുന്നത്. എന്നാൽ അമ്മ ജോലി ചെയ്യുന്ന ആ കുടുംബത്തെ വിവരം അറിയിക്കുകയും തുടർന്ന് അമ്മ ആ വിവരം അറിയുകയുമായിരുന്നു. ആ ഘട്ടത്തിൽ ഈ മരണവിവരം അറിയുന്ന ഘട്ടത്തിൽ അമ്മ തുർക്കിയിലായിരുന്നു. കുവൈത്തിലാണ് അമ്മ ജോലി ചെയ്തിരുന്നത്. അവിടെ ആ കുടുംബത്തോടൊപ്പം തുർക്കിയിലേക്ക് ഒരു യാത്ര പോയതായിരുന്നു, 2 മാസത്തെ ഒരു യാത്ര പോയതായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു അപകട വിവരം ആ അമ്മ അറിയുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയും റോഡ് മാർഗം ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിഥുൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തായിരുന്നു അമ്മ ഈ 2 മക്കളെയും, മിഥുൻ്റെ അനിയനെയും ആ കുടുംബത്തെയും വിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോയത്. പക്ഷേ ഏറെ ദുഃഖകരമായ ഒരു സംഭവം ആ അമ്മയ്ക്കും ആ കുടുംബത്തിനും ഉണ്ടായി. മിഥുൻ സ്കൂളിലും നാട്ടിലുമെല്ലാം തന്നെ ഏറെ മിടുക്കനായിരുന്ന, പഠിക്കാനും കളിക്കാനുമെല്ലാം തന്നെ വലിയ മിടുക്കനായിരുന്ന ഒരു കുട്ടി. കേവലം 2 ദിവസങ്ങൾക്ക് മുൻപ്, ഇന്നലെ മിഥുൻ്റെ സുഹൃത്തുക്കൾ സംസാരിച്ചപ്പോൾ 2 ദിവസങ്ങൾക്ക് മുൻപ് അവന് സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ ഇടം ലഭിച്ച സന്തോഷ വാർത്ത കൂട്ടുകാരോടെല്ലാം അവൻ പങ്കുവച്ചിരുന്നു. തൊട്ടടുത്ത ദിവസം അവന് മരണം സംഭവിക്കുകയാണുണ്ടായത്. ഈ ദിവസങ്ങളിൽ, തുടർന്നു വരുന്ന ദിവസങ്ങളിൽ ഫുട്ബോൾ ടീമിൽ കളിക്കാമെന്ന ആഗ്രഹത്തോടെയായിരുന്നു, അല്ലെങ്കിൽ ആ ആഗ്രഹവും മനസ്സിൽ പേറിയായിരുന്നു മിഥുൻ ഈ സുഹൃത്തുക്കളോട് തനിക്ക് ഫുട്ബോൾ ടീമിലിടം ലഭിച്ച കാര്യം പറഞ്ഞത്. നമുക്ക് ഈ വീടിൻ്റെ ചുവരുകളിൽ നമ്മൾ
ചിത്രങ്ങൾ കണ്ടതാണ്. മിഥുൻ വരച്ച ചിത്രങ്ങൾ, ഫുട്ബോൾ കളിക്കുന്നതും വീടും എല്ലാം തന്നെ ആ ചുവരിലവൻ വരച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇതെല്ലാം തന്നെ ഇവിടെ എത്തുന്ന ആളുകൾ കാണുമ്പോൾ അവർക്കെല്ലാം തന്നെ വലിയ ദുഃഖത്തിലാഴ്ത്തുന്ന, അവരെ വലിയ സങ്കടകരമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ്. അത്തരത്തിൽ വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ വീട്ടിൽ ഇപ്പോഴും ഉള്ളത്. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ അപകടം സംഭവിച്ച് മരണം സംഭവിച്ചതിന് തൊട്ട് അടുത്ത ദിവസം മുതൽ തന്നെ ആശ്വാസവാക്കുകളുമായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെങ്കിലും ആ പ്രായമായ മുത്തശ്ശിയെയും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെയും അച്ഛനെയും സമാധാനിപ്പിക്കാൻ ആ വാക്കുകൾ പോരായിരുന്നു. അതിനു കഴിയാതെ കുഴങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ വീട്ടിലാകെയുള്ളത്. ഇന്നലെ മന്ത്രിമാരടക്കം ഈ വീട്ടിൽ വന്നപ്പോഴും സമാനമായ സാഹചര്യമായിരുന്നു ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊന്നും തന്നെ ദുഃഖമടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അമ്മ വിദേശത്തേക്ക് പോയി കേവലം 3 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഈ ഒരു മരണവാർത്ത അമ്മയെ തേടി, മകൻ്റെ മരണവാർത്ത അമ്മയെ തേടി എത്തുന്നു എന്നത് ഇവിടെയുള്ള മിഥുനെ അറിയാത്ത നൂറുകണക്കിന് ആളുകളെപ്പോലും അത്രത്തോളം ദുഃഖത്തിലാഴ്ത്തുന്നു. അവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ, ആ സാഹചര്യത്തിനിടയിലും അവൻ വളരെ നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. കഴിഞ്ഞ ദിവസം അവൻ സ്കൂളിൽ നടത്തിയ ഒരു പ്രസംഗം നമ്മളെല്ലാവരും കണ്ടതാണ്. അത്തരത്തിൽ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച, നന്നായി പഠിക്കുന്ന ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥി, സ്കൂളിലെ അധ്യാപകരടക്കം ഇന്ന് രാവിലെ പറയുമ്പോഴും അവൻ സ്കൂളിലെ ഏറ്റവും നന്നായ സ്മാർട്ടായ ഒരു വിദ്യാർത്ഥി എന്നാണ് ആ അധ്യാപകൻ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു വിദ്യാർത്ഥിയെ നഷ്ടമായ ദുഃഖത്തിലാണ് ആ സ്കൂളിലെ അധ്യാപകരും സുഹൃത്തുക്കളും. അതേ സാഹചര്യം തന്നെ ഈ വീട്ടിലും ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി ആളുകൾ ആ മരണവിവരം അറിഞ്ഞ് ആ സമയം മുതൽ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അത്രത്തോളം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലും ആശ്വാസവാക്കുകളുമായി എത്തുന്ന ആളുകളും നിരവധിയാണ്. പക്ഷേ അവർക്കൊന്നും അവരുടെ വാക്കുകൾക്ക് ആശ്വാസം നൽകാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഈ വീട്ടിലുണ്ടാകുന്ന ആളുകളുടെ ദുഃഖം. നമുക്കൊരു പക്ഷേ വാക്കുകൾ കൊണ്ട് പറയുന്നതിലും അപ്പുറമാണ്, വാക്കുകൾ കൊണ്ട് പറഞ്ഞ് വയ്ക്കുന്നതിലും അപ്പുറമാണ് അവരുടെ ദുഃഖമെന്ന കാര്യം, കുടുംബത്തിൻ്റെ ദുഃഖമെന്ന കാര്യം, സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും അനിയൻ്റെയും മുത്തശ്ശിയുടെയും ദുഃഖമെന്ന കാര്യം നമുക്കറിയാം. അത്രത്തോളം ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഈ വീട്ടിൽ ഉള്ളത്. 12 മണിവരെ സ്കൂളിൽ പൊതുദർശനത്തിന് മൃതദേഹം വെച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ തിരക്ക്, മിഥുൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സ്കൂളിലേക്ക് എത്തുന്ന ആളുകളുടെ നീണ്ട നിര, വലിയ തിരക്ക്, അത് കണക്കിലെടുത്ത് അല്പസമയം കൂടി സ്കൂളിൽ പൊതുദർശനം ചടങ്ങുകൾക്കുള്ള സൗകര്യങ്ങൾ ക്രമപ്പെടുത്തും. അതുകൊണ്ട് തന്നെ 12 മണിക്ക് വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സമയം കുറച്ചുകൂടി അധികം എടുക്കേണ്ട ഒരു അവസ്ഥ. അത്തരത്തിൽ മിഥുനെ ഈ ആശുപത്രിയിൽ നിന്നും സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ തന്നെ നിരവധി ആളുകൾ മിഥുൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നുണ്ടായിരുന്നു. സ്കൂളിൽ